ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ മല്ലിച്ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇതിന് ആഫ്രിക്കൻ മല്ലി, മെക്സിക്കൻ മല്ലി, ശീമമല്ലി എന്ന പല പേരിലും പലയിടത്തും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇതിന് ആഫ്രിക്കൻ മല്ലി എന്നാണ്. ഇത് നട്ടു വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. ആദ്യം ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് നല്ലോണം നനച്ച് പിടിപ്പിക്കണമെന്ന് മാത്രം. സാധാരണ ഇലച്ചെടികൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ലോണം കീടശല്യം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ആഫ്രിക്കൻ മല്ലിയിൽ കാര്യമായ കീടശല്യവും ഉപദ്രവങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മല്ലിച്ചെടി വളർത്തുകയാണെങ്കിൽ തീരെ കീടനാശിനി അടിക്കാത്ത മല്ലിയില നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഈ മല്ലിയില നമ്മൾ കറികളിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ മല്ലിയിലയേക്കാൾ മണവും രുചിയും കൂടുതലായിരിക്കും. മസാലപ്പൊടി കുറച്ച് ചേർത്ത് ഈ മല്ലിയില ചേർത്ത് നമ്മൾ ഇറച്ചിക്കറികൾ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ മല്ലിച്ചെടി നന്നായി വളരും. ഇത് ഒരു ചെടി നമ്മൾ വീട്ടിൽ കുഴിച്ച് വെച്ച് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് എന്നും മല്ലിയില ഈ വിത്ത് വീണ് മുളച്ചും ഒക്കെ മല്ലിയില നമുക്ക് എന്നും കിട്ടും. കാഴ്ചയ്ക്ക് ഇതിൻ്റെ ഇലകൾ സാധാരണ മല്ലിയിലകളെ പോലെയല്ല, നല്ല നീളം കൂടിയതാണ്. ഒരു ഇല സാധാരണ ഒരടിയോളം ഒക്കെ നീളം ഉണ്ടായിരിക്കും. ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു തണ്ട് വരും. അതാണ് ഇതിൻ്റെ പൂവും വിത്തും ഒക്കെ ആയി മാറുന്നത്. ആഫ്രിക്കൻ മല്ലിച്ചെടിക്ക് വെയിൽ ഒട്ടും ആവശ്യമില്ല. എപ്പോഴും നനവാണ് മണ്ണിന് ആവശ്യം. പിന്നെ ഏത് ഷെയ്ഡിലും ഇത് അതുകൊണ്ട് വളർന്നോളും. പിന്നെ മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മല്ലിച്ചെടിയുടെ ഇല പച്ച നിറത്തിൽ നിന്നും പെട്ടെന്ന് മാറി അത് മഞ്ഞ നിറമാവും. പിന്നെ ഇലകൾ അധികം ഇല്ലാതെ അത് പെട്ടെന്ന് പൂക്കും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇതിൽ ധാരാളം ഇരുമ്പ്, കാൽസ്യം, കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മല്ലിയില പൂത്ത് കഴിഞ്ഞാൽ ആ പൂത്ത കമ്പിൽ നിന്നുകൊണ്ട് തന്നെ വിത്തുകൾ സാധാരണ മുളച്ച് വരാറുണ്ട്. അതുകൊണ്ട് കമ്പ് നല്ല മൂപ്പായി ഉണക്കാവുമ്പോൾ അത് താഴെ വെച്ച് അതിന്മേൽ മണ്ണിട്ട് കൊടുത്താൽ തന്നെ മല്ലിയില താനെ മുളച്ച് വന്നോളും. മല്ലിയില പൂത്തു വരുമ്പോൾ ആ പൂത്ത കമ്പിന്മേൽ ചെറിയ ചെറിയ ഇലകൾ പോലെ ഉണ്ടാവും. ആ ഇലയുടെ സൈഡിലായി നല്ല കൂർത്ത മുള്ളുകൾ പോലെ കാണും. പക്ഷേ മുള്ളുകൾ പോലെ ഉണ്ടെങ്കിലും അത് കുഴപ്പമുള്ളതല്ല. ആ ഇലകളും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചട്ടിയിലും ഗ്രോ ബാഗിലും വെച്ച് പിടിപ്പിക്കാൻ എളുപ്പമാണ്.